ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിപ്പി, അതായത് വൈറ്റ് കളർ കടലയിലെ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു, ചോറ് ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണ്. എന്താ പറയുക, ഇതൊരു ഡ്രൈ ആണ് കുറച്ച്. അപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ എന്നൊക്കെ പറയാം നമുക്ക്. ചിപ്പിയുടെ കൂടെ ഞാൻ ക്യാരറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. സവാളയും അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിൽ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി എണ്ണയിൽ നന്നായി മൂപ്പിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വറ്റൽമുളക്, അതായത് നമ്മുടെ റെഡ് ചില്ലിയിൽ അത് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് നന്നായി വഴറ്റി ഒക്കെ അതിൻ്റെ ആ ഒരു ഒന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിപ്പി ആഡ് ചെയ്യാണ്. ഇവിടെ നമുക്കത് ക്യാൻഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നമുക്ക് വേവിച്ച് ബാലൻസ് ഉള്ളത് കറിയൊക്കെ വെച്ച് ബാലൻസ് കുറച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇടുകയാണ്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ക്യാരറ്റ് ഇട്ടു, ഒന്ന് എന്താ പറയുക, വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേനും അതിൽ കുറച്ച് കോക്കനട്ട്, നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ അതിൽ ജീരകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ട, ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം കേട്ടോ, തിളക്കി ബോയിൽഡ് വാട്ടർ ഒഴിക്കുക. ഒഴിച്ചിട്ട് അതിനെ നന്നായി അപ്പോൾ എല്ലാം കൂടെ, അതായത് ആ ക്യാരറ്റും കാര്യങ്ങളൊക്കെ വേവുകയും ചെയ്യും, അതിൻ്റെ കൂടെ നന്നായി ജോയിൻ ചെയ്ത് വരികയും ചെയ്യും. എന്നിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും പോവും. നല്ല ന്യൂട്രീഷ്യസുമാണ്, അടിപൊളിയാണ്. താങ്ക് യു.